നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 20 വ്യാഴാഴ്ച. ഇനിയുള്ള അരമണിക്കൂർ പത്രവാർത്തകളുടേതാണ്. കേൾക്കാം ഇന്നത്തെ പത്രങ്ങൾ. മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു. കാതിലെത്തും പത്രങ്ങൾ. ആശാവർക്കർമാർക്ക് തുച്ഛമായ വേതന വർധന അനുവദിക്കാത്ത സർക്കാർ PSC അംഗങ്ങളുടെ ശമ്പളം കുത്തനെ കൂട്ടി. 1.6 ലക്ഷം രൂപയാണ് ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളത്തിൽ വർധന വരുത്തിയത്. പുതിയ ശമ്പളം 3.87 ലക്ഷം കവിയും. എലപ്പുള്ളി ബ്രൂവറിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് LDF യോഗത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. 9 ഘടകകക്ഷികൾ മദ്യക്കമ്പനി അനുവദിക്കുന്നതിനെ അനുകൂലിച്ചപ്പോൾ CPIയുടെയും RJDയുടെയും എതിർപ്പ് തള്ളി. കാട്ടാനക്കലിയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. തൃശൂർ താമരവെള്ളച്ചാൽ ഊരുമൂപ്പനാണ് കൊല്ലപ്പെട്ടത്. അതേസമയം മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പനെ മയക്കുവെടിവെച്ച് കോടനാട്ടെ കൂട്ടിലെത്തിച്ച് ചികിത്സ തുടങ്ങി. UGC ഭേദഗതി കരട് ബില്ലിനെതിരെ സംസ്ഥാന സർക്കാർ നടത്തുന്ന ദേശീയ കൺവെൻഷനിൽ ഗവർണർ R. ലേക്കർ ഇടഞ്ഞു. വാർത്തകളിലേക്ക് വിശദമായി. ആദ്യം മലയാള മനോരമയിലേക്കാണ്. PSC അംഗങ്ങളുടെ ശമ്പളം കുത്തനെ കൂട്ടി മന്ത്രിസഭ. തിരുവനന്തപുരം. പുറത്ത് തുച്ഛമായ വേതന വർധന ആവശ്യപ്പെട്ടുള്ള ആശാവർക്കർമാരുടെ സമരം 10ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അകത്ത് സെക്രട്ടേറിയറ്റിൽ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളത്തിൽ 1.6 ലക്ഷം രൂപയിലേറെ വർധന വരുത്താൻ മന്ത്രിസഭ തീരുമാനിച്ചു. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് എപ്പോഴും ആവർത്തിക്കുന്ന ധനമന്ത്രിയും ആശാവർക്കർമാർക്ക് ശമ്പളം കൂട്ടാതിരിക്കാൻ രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് അവർ കൈപ്പറ്റുന്നതെന്ന വാദിക്കുന്ന ആരോഗ്യമന്ത്രിയുടെയും ഈ ജംബോ ശമ്പള വർധനയ്ക്കുള്ള തീരുമാനത്തിന് ഒപ്പം നിന്നു. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ജനരോഷം ഭയന്നു മാറ്റിവെച്ച തീരുമാനം മന്ത്രിസഭ ഇന്നലെ കൈക്കൊണ്ടു. ചെയർമാന്റെ ആകെ ശമ്പളം 2.24 ലക്ഷം രൂപയിൽ നിന്ന് 3.87 ലക്ഷമായും അംഗങ്ങളുടേത് 2.19 ലക്ഷത്തിൽ നിന്ന് 3.8 ലക്ഷമായുമാണ് കൂടുന്നത്. ചെയർമാനടക്കം 20 അംഗങ്ങളാണ് PSCയിൽ നിലവിലുള്ളത്. ഒരു സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ്. 2016 ജനുവരി മുതൽ മുൻകാല പ്രാബല്യത്തിൽ വേണമെന്ന PSCയുടെ ആവശ്യം കൂടി അംഗീകരിച്ചാൽ 35 കോടി രൂപയിലേറെ കുടിശ്ശികയും സർക്കാർ നൽകേണ്ടിവരും. ചെയർമാന്റെ പെൻഷൻ 1.25 ലക്ഷത്തിൽ നിന്ന് 2.5 ലക്ഷമായും അംഗങ്ങളുടേത് 1,20,000 നിന്ന് 2.25 ലക്ഷമായും വർദ്ധിക്കുകയും ചെയ്യും. ചെയർമാന് ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവും അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവുമായിരിക്കും പുതുക്കിയ ശമ്പളമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വ്യവസായ ട്രൈബ്യൂണലുകളിൽ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ശമ്പളവും അലവൻസുകളും സബോർഡിനേറ്റ് ജുഡീഷ്യറിയിലെ ജുഡീഷ്യൽ ഓഫീസർമാരുടേതിന് സമാനമായി പരിഷ്കരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന തീരുമാനമാണിതെന്ന് CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിൽ പോലും കുറ്റപ്പെടുത്തി. സർക്കാർ മുൻഗണനകൾ മാറി പ്രവർത്തിക്കരുതെന്നും ജനറൽ സെക്രട്ടറി ജയേഷ് ചന്ദ്രൻ കല്ലിങ്കൽ ഓർമ്മിപ്പിച്ചു. അടുത്തത് മാതൃഭൂമിയിലെ 1-ാം പേജിലുള്ള വാർത്തയിലേക്കാണ്. ബ്രൂവറിയിൽ പിന്നോട്ടില്ല. പാലക്കാട് എലപ്പുള്ളിയിൽ സ്വകാര്യ മദ്യക്കമ്പനിക്ക് അനുമതി നൽകുന്നതിൽ നിന്ന് പിന്മാറാനാവില്ലെന്ന് നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി. ഇക്കാര്യം ചർച്ച ചെയ്യാൻ ചേർന്ന LDF യോഗത്തിലാണ് നിലപാട് പ്രഖ്യാപനം. പദ്ധതിയെ ശക്തമായി എതിർത്ത CPIയുടെയും RJDയുടെയും ആവശ്യം അംഗീകരിച്ചില്ല. CPM അടക്കം മറ്റ് 9 കക്ഷികളും മദ്യക്കമ്പനിക്ക് അനുകൂലമായി അനുമതി നൽകുന്നതിനെ അനുകൂലിച്ചു. ഭൂരിപക്ഷ അഭിപ്രായപ്രകാരം ബ്രൂവറി അനുവദിക്കുന്ന കാര്യത്തിൽ സർക്കാരിനെ പിന്തുണയ്ക്കാൻ LDF തീരുമാനിച്ചു. RJD നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു LDF യോഗം. കൺവീനർ TP രാമകൃഷ്ണൻ വിഷയം അവതരിപ്പിച്ചു. ചർച്ചയ്ക്ക് തുടക്കമിട്ട CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ബ്രൂവറി കമ്പനിക്ക് അനുമതി നൽകുന്നതിനെ എതിർത്തു. കുടിവെള്ളം മറന്നുള്ള വികസന പദ്ധതി അരുതെന്ന് ആവശ്യപ്പെട്ടു. RJDയെ പ്രതിനിധാനം ചെയ്ത് സംസാരിച്ച ഡോക്ടർ വർഗീസ് ജോർജും
പദ്ധതി നടപ്പാക്കരുതെന്ന ആവശ്യമുന്നയിച്ചു. പരിസ്ഥിതിക്ക് ദോഷമാണിതെന്നതിന് പുറമെ നിയമലംഘനവും LDF പ്രകടന പത്രികയ്ക്ക് എതിരുമാണ് നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കുടിവെള്ളക്ഷാമത്തിന് ഇടയാക്കുകയോ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുകയോ ആയ പദ്ധതിയല്ല ഇതെന്ന് ഉറപ്പാക്കിയാണ് അനുമതി നൽകുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മഴവെള്ളം കൊണ്ട് മാത്രം ഈ കമ്പനിക്ക് പ്രവർത്തിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് സംസാരിച്ച മറ്റ് കക്ഷികളുടെ പ്രതിനിധികളെല്ലാം ബ്രൂവറി അനുവദിക്കുന്നതിനെ അനുകൂലിച്ചു. തീരുമാനം മാറ്റേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി. എലപ്പുള്ളിയിൽ ബ്രൂവറി കമ്പനി അനുമതി നൽകാനുള്ള തീരുമാനം മന്ത്രിസഭയാണ് കൈക്കൊണ്ടത്. എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടുണ്ട്. ഭൂഗർഭജലം ഉപയോഗിച്ചുള്ള ഒരു പ്ലാന്റും അവിടെ അനുവദിക്കില്ല. മന്ത്രിസഭാ തീരുമാനപ്രകാരം തുടർ നടപടിയും സ്വീകരിച്ചു കഴിഞ്ഞു. കക്ഷി നേതാക്കൾ പ്രകടിപ്പിച്ച ആശങ്ക പരിഗണിക്കും. പക്ഷേ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇനി മാധ്യമം ദിനപത്രത്തിലെ പ്രധാന വാർത്തയിലേക്കാണ്. സർക്കാരിൻ്റെ UGC വിരുദ്ധ കൺവെൻഷൻ ഇടഞ്ഞ് ഗവർണർ തിരുത്തി സർക്കാർ. ഇന്ന് നടക്കുന്ന കൺവെൻഷനിൽ നിന്ന് പല VC-മാരും വിട്ടുനിൽക്കും. തിരുവനന്തപുരം സംസ്ഥാന സർവകലാശാലകളിൽ കേന്ദ്ര സർക്കാരിന് പിടിമുറുക്കാൻ വഴിയൊരുക്കുന്ന UGC കരട് റെഗുലേഷനെതിരെ സംസ്ഥാന സർക്കാർ വ്യാഴാഴ്ച നടത്തുന്ന ദേശീയ കൺവെൻഷൻ നടത്തിപ്പിൽ ഇടഞ്ഞ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കൺവെൻഷനിൽ സർവകലാശാല ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുക്കാൻ നിർദ്ദേശിച്ചുള്ള ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കത്തിൽ ഗവർണർ മുഖ്യമന്ത്രിയെ വിളിച്ച് അതൃപ്തി അറിയിക്കുകയും തിരുത്തലിന് നിർദ്ദേശിക്കുകയും ചെയ്തു. UGC കരട് റെഗുലേഷനെതിരെ സംഘടിപ്പിക്കുന്ന ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ എന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എതിരെയുള്ള കൺവെൻഷൻ എന്നത് തിരുത്തണമെന്നായിരുന്നു രാജ്ഭവൻ നിലപാട്. ഗവർണറുടെ എതിർപ്പ് മുൻനിർത്തി മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് UGC കരട് റെഗുലേഷൻ സംബന്ധിച്ചുള്ള ദേശീയ കൺവെൻഷൻ എന്ന രീതിയിൽ ബുധനാഴ്ച രാത്രിയോടെ കത്ത് തിരുത്തി പ്രസിദ്ധീകരിച്ചു. ഇതു സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇഷിത റോയിയെ ഗവർണർ വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. UGCക്കെതിരായ കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിൽ ഉപദേശം തേടി കേരള സർവകലാശാല VC-യുടെ ചുമതല വഹിക്കുന്ന ആരോഗ്യ സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ കഴിഞ്ഞ ദിവസം ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു. കൺവെൻഷൻ സർവകലാശാലകളുടെ ഉപരി സംവിധാനമായ UGCക്കെതിരെയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കത്ത്. രാജ്ഭവനിൽ നിന്നുള്ള അനൌദ്യോഗിക നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ ഭൂരിഭാഗം VC-മാരും വ്യാഴാഴ്ച നിയമസഭയുടെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കുന്ന കൺവെൻഷനിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് സൂചന. കേരള, കണ്ണൂർ സാങ്കേതിക സർവകലാശാല VC-മാർ കൺവെൻഷനെത്തില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. കൺവെൻഷനിലേക്ക് ക്ഷണിച്ച് സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അയച്ച കത്തിൽ UGC കരട് റെഗുലേഷൻ സംബന്ധിച്ച പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്യാനുള്ള കൺവെൻഷൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പരിപാടിയിലേക്ക് വിവിധ സർവകലാശാലകളിൽ നിന്ന് നിശ്ചിത എണ്ണം ആളുകളെ പങ്കെടുപ്പിക്കാനും അവരുടെ ചെലവ് വഹിക്കാനും നിർദ്ദേശിച്ച് സർവകലാശാല രജിസ്ട്രാർമാർക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപന മേധാവികൾക്കും നൽകിയ കത്തിലാണ് ഗവർണറുടെ ഇടപെടൽ. പുതിയ ഗവർണറുമായി സർക്കാർ നല്ല ബന്ധം സ്ഥാപിച്ചു വരുന്നതിനിടയിലാണ് കേന്ദ്ര സർക്കാരിനും UGCക്കുമെതിരായ കൺവെൻഷൻ സംബന്ധിച്ച കത്തിൽ തിരുത്തൽ ആവശ്യപ്പെടുന്നതും സർക്കാർ വഴങ്ങുന്നതും. കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആദിവാസി ഊരിലെ ഗൃഹനാഥനെ കാട്ടാന കൊലപ്പെടുത്തി. താമരവെള്ളച്ചാൽ മലയൻ വീട്ടിൽ ഊരുമൂപ്പൻ വേലായുധന്റെ മകൻ പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ച രാത്രിയാണ് മകൻ പ്രശോഭ്, മരുമകൻ ലിജോ എന്നിവർക്കൊപ്പം ഉൾവനത്തിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയത്. ഉൾവനത്തിൽ 6 കിലോമീറ്ററിലധികം അകലെ കരടിപ്പാറ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഇവർ കാട്ടാനയുടെ മുന്നിൽപ്പെട്ടു. ആദ്യം ലിജോയെയാണ് ആക്രമിക്കാൻ ശ്രമിച്ചത്. തുടർന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടെ പ്രഭാകരനെ ആക്രമിക്കുകയായിരുന്നു. പ്രശോഭും ലിജോയുമാണ് സംഭവം നാട്ടിലറിയിച്ചത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും പോലീസും മൃതദേഹം ഉൾവനത്തിൽ നിന്നും ചുമന്ന് പീച്ചി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തെത്തിച്ച് ബോട്ട് മാർഗമാണ് പുറത്തെത്തിച്ചത്. തുടർന്ന് മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മുറിവേറ്റ കൊമ്പന് കാടിന്റെ തുണ, നാടിന്റെയും. മയക്കത്തിന്റെ ആഴങ്ങളിലേക്ക് വീഴുന്ന കൂട്ടുകാരനെ അവൻ ചേർത്തുപിടിച്ചു. തുമ്പിക്കൈകൊണ്ട് ദേഹത്തേക്ക് അടുപ്പിച്ചു. കൂട്ടുകാരനെ ഒപ്പം നടത്താമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു. നാട്ടുകാർ ഏഴാറ്റുമുഖം ഗണപതിയെന്നു പേരിട്ട കാട്ടുകൊമ്പന്. എന്നാൽ മയക്കുവെടിയേറ്റ മിനിറ്റുകൾക്കുള്ളിൽ കൂട്ടുകാരൻ തറയിലേക്ക് പതിച്ചു.
ഒരു നിമിഷം പതറിപ്പോയെങ്കിലും അവൻ പിന്മാറാൻ കൂട്ടാക്കിയില്ല. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ കൊമ്പനും ഏഴാറ്റുമുഖം ഗണപതിയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം കണ്ടുനിന്നവരുടെ കണ്ണു നനയിച്ചു. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ട കാട്ടാനയ്ക്ക് ചികിത്സ നൽകാനായി മയക്കുവെടിവെച്ച് പിടികൂടിയ ദൗത്യത്തിനിടെയാണ് ഈ സംഭവം. 1 മാസം മുൻപ് മയക്കുവെടിവെച്ച് പിടിച്ച് കാട്ടിൽ വെച്ച് തന്നെ ചികിത്സ നൽകി വിട്ടതാണെങ്കിലും മുറിവ് തീവ്രമാണെന്ന് കണ്ടാണ് രണ്ടാമതും ചികിത്സയ്ക്ക് പദ്ധതിയിട്ടത്. ബുധനാഴ്ച പുലർച്ചെ ചിക്ലായി മേഖലയിലായിരുന്നു രണ്ടാനകളും. കാലടി പ്ലാന്റേഷനിലേക്ക് കടക്കാനായിരുന്നു നീക്കം. 6:30യോടെ രണ്ടുപേരും പുഴയിലിറങ്ങി. പരിക്കേറ്റ കൊമ്പന് നടക്കാൻ പ്രയാസമുണ്ടായിരുന്നു. ഗണപതി പിന്നിൽ നിന്ന് തള്ളി കൂട്ടുകാരനെ പുഴ കടത്തി. പുഴവെള്ളം തുമ്പിക്കൈകൊണ്ട് നിറച്ച് മുറിവിലേക്ക് ഒഴിക്കുന്നതും കാണാമായിരുന്നു. എന്നാൽ വനപാലകരുടെ ക്യാമ്പിന്റെ ഭാഗത്തേക്കാണ് ഇരുവരും എത്തിയത്. അതോടെ കാട്ടുകൊമ്പനെ പിടികൂടി ചികിത്സിക്കാനെത്തിയ ദൗത്യസംഘം മയക്കുവെടി ഉതിർത്തു. ആദ്യമൊന്നും ഗണപതി പതറിയില്ല. തുടരെ വെടിയൊച്ച മുഴങ്ങിയതോടെ ഓടിപ്പോകാതെ കാടിന്റെ മറപറ്റി പ്ലാന്റേഷൻ തോട്ടത്തിലെ പച്ചപ്പിലേക്ക് പിൻവാങ്ങി കാത്തിരുന്നു. കാലിലും കഴുത്തിലും വടം കെട്ടി ലോറിയിലെ വേലിക്കെട്ടിനുള്ളിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവനെ മുകളിൽ നിന്ന് ഗണപതി കണ്ടിരിക്കണം. കാലടി പ്ലാന്റേഷൻ 17-ാം ബ്ലോക്കിലെ എണ്ണപ്പനത്തോട്ടത്തിന് സമീപമാണ് ആനയെ മയക്കുവെടി വെച്ച് വീഴ്ത്തിയത്. കുങ്കിയാനകളുടെ സഹായത്തോടെ ലോറിയിൽ കയറ്റി. 10:30ഓടെ ആനയുമായി ലോറി പ്ലാന്റേഷൻ റോഡിലൂടെ കോടനാട്ടേക്ക് തിരിച്ചു. 10:40 കോടനാട് അഭയാരണ്യത്തിലെത്തിച്ച് കൂട്ടിലേക്ക് മാറ്റി. 1.5 മാസമാണ് ചികിത്സ. ആനയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പറയാറായിട്ടില്ലെന്നും തലച്ചോറിലേക്ക് അണുബാധ പടരാത്തതിനാൽ പ്രതീക്ഷയുണ്ടെന്നും ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞു. രേഖ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രി. സത്യപ്രതിജ്ഞ ഇന്ന്. ഡൽഹിയിൽ വീണ്ടും വനിതാ മുഖ്യമന്ത്രി. മഹിളാ മോർച്ച ദേശീയ ഉപാധ്യക്ഷ രേഖ ഗുപ്തയെ മുഖ്യമന്ത്രിയായി BJP പ്രഖ്യാപിച്ചു. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് 50-കാരിയായ രേഖ. ഷാലിമാർ ബാഗ് മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത്. സുഷമ സ്വരാജിന് ശേഷം BJPയുടെ 2ാമത്തെ വനിതാ മുഖ്യമന്ത്രിയുമാണ്. BJP സംസ്ഥാന ഓഫീസിൽ ബുധനാഴ്ച വൈകിട്ട് ചേർന്ന നിയമസഭാ കക്ഷി യോഗമാണ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത്. ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയെ കണ്ട് രേഖ ഗുപ്ത സർക്കാരുണ്ടാക്കാൻ കത്ത് നൽകി. രാംലീല മൈതാനത്ത് വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് പുതിയ മന്ത്രിസഭ അധികാരമേൽക്കും. 10 മുതലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും NDA മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. 1 ലക്ഷം പേരെ എത്തിക്കാനാണ് പദ്ധതി. മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി. ബുധനാഴ്ച വൈകിട്ട് നടത്തിയ രക്തപരിശോധനയിലാണ് മാറ്റം കണ്ടതെന്ന് വത്തിക്കാൻ അറിയിച്ചു. ന്യൂമോണിയ ബാധിച്ച് ശ്വാസനാളത്തിലെ അണുബാധ മാറ്റുന്നതിനുള്ള ചികിത്സയെ കൂടുതൽ സങ്കീർണമാക്കിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇനി മാതൃഭൂമിയിലെ പ്രധാന തലക്കെട്ടിലേക്കാണ്. കടലോളം ആശങ്ക. കടൽ മണൽ ഖനനം. കേരളത്തിന്റെ കത്തിന് മറുപടിയില്ല. സ്വകാര്യ പങ്കാളിത്തത്തോടെ കടൽ മണൽ ഖനനത്തിനുള്ള കേന്ദ്ര നീക്കത്തിൽ ആശങ്കയറിയിച്ച് കേരളം കേന്ദ്ര ഖനന മന്ത്രാലയത്തിന് കത്തയച്ചു. മതിയായ പാരിസ്ഥിതിക പഠനം നടത്താതെയും സംസ്ഥാന താൽപര്യങ്ങൾ കണക്കിലെടുക്കാതെയും കൊല്ലത്ത് കടലിൽ നിന്ന് മണലെടുക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാണ് ആവശ്യം. ഒരാഴ്ച മുൻപ് കേരള വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് അയച്ച കത്തിന് കേന്ദ്രം മറുപടി നൽകിയിട്ടില്ലെങ്കിലും മതിയായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള തീരത്തെ ഖനന തീരുമാനത്തിന് പദ്ധതി ആവിഷ്കരിക്കുന്നതെന്നാണ് കേന്ദ്ര നിലപാട്. കേന്ദ്ര നീക്കത്തിൽ പരിസ്ഥിതി സംഘടനകളും മത്സ്യത്തൊഴിലാളി സമൂഹവും ആശങ്കയറിയിച്ച് രംഗത്തെത്തി. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പഠനത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ ഖനന നീക്കം. 2020 ഓഫ്ഷോർ മിനറൽസ് ആക്ടിൽ വരുത്തിയ ഭേദഗതി പ്രകാരമാണ് കേരള തീരത്ത് ഖനനാനുമതി. നിയമ ഭേദഗതി വ്യവസ്ഥ പ്രകാരം ധാതു വിഭവ ഖനനത്തിൽ നിന്നുള്ള റോയൽറ്റി കേന്ദ്ര സർക്കാരിനാണ്. പ്രതിപക്ഷവുമായി യോജിക്കാമെന്ന് LDF. കടൽമണൽ ഖനനത്തിനെതിരെ പ്രതിപക്ഷവുമായി യോജിച്ച് സമരം നടത്താൻ തയ്യാറാണെന്ന് ഇടതുമുന്നണി നേതൃയോഗം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം മുന്നോട്ട് വച്ചത്. നിർദ്ദേശത്തോട് എല്ലാ കക്ഷികളും യോജിച്ചു.
തീരുവയിലെ ഇളവ് നൽകാനാകില്ലെന്ന് മോദിയോട് പറഞ്ഞിരുന്നു ട്രംപ്. എന്നോടാർക്കും തർക്കിക്കാനാകില്ലെന്നും ട്രംപ്. പരസ്പര തീരുവയിൽ നിന്ന് ഇന്ത്യയെ ഒഴിവാക്കാനാകില്ലെന്ന കാര്യം അമേരിക്കൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വ്യക്തമാക്കിയിട്ടുള്ളതാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീരുവയുടെ കാര്യത്തിൽ തന്നോട് ആർക്കും തർക്കിക്കാനാകില്ലെന്നും ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കി. മോദിയോട് ഇക്കാര്യം തീർത്തു പറഞ്ഞതാണ്. നിങ്ങൾ ഞങ്ങൾക്ക് നേരെ എന്തു ചുമത്തുന്നു അത് തിരിച്ചും ചുമത്തും. ഏത് രാജ്യത്തോടും അങ്ങനെ തന്നെ ചെയ്യും, ട്രംപ് വ്യക്തമാക്കി. ട്രംപ് സർക്കാരിൽ കാര്യക്ഷമതാ വകുപ്പിന്റെ ചുമതലയുള്ള ടെസ്ല CEO ഇലോൺ മസ്കും അഭിമുഖത്തിൽ പങ്കെടുത്തു. US നിന്നുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തുന്ന തീരുവ ചുമത്തുന്നുണ്ടെന്നും വാഹനരംഗത്ത് അവരുടെ തീരുവ 100%മാണെന്നും മസ്ക് പറഞ്ഞു. ഫെബ്രുവരി 13 മോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് ഏതാനും മണിക്കൂർ മുൻപാണ് ട്രംപ് ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾക്ക് പരസ്പര നികുതി പ്രഖ്യാപിച്ചത്. ചൂരൽമല പാലത്തിന് 35 കോടി. തിരുവനന്തപുരം. ഉരുൾപൊട്ടലിൽ പൂർണ്ണമായി തകർന്ന ചൂരൽമല പാലം പുനർനിർമ്മിക്കുന്നതിനുള്ള 35 കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശം അംഗീകരിച്ചതായി മന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ചൂരൽമല ടൗണിൽ നിന്ന് മുണ്ടക്കൈ റോഡിലേക്ക് എത്തുന്ന രീതിയിലാണ് പാലം പണിയുക. മേപ്പാടിയെ മുണ്ടക്കൈ ആട്ടമലയുമായി ബന്ധിപ്പിച്ചിരുന്ന പാലമാണ് പുനർനിർമ്മിക്കുന്നത്. കൗമാരബന്ധങ്ങളെ നിയമക്കുരുക്കിലാക്കരുത്. ശ്രദ്ധേയ നിരീക്ഷണവുമായി ഡൽഹി ഹൈക്കോടതി. ന്യൂഡൽഹി. കൗമാരക്കാരുടെ പരസ്പര സമ്മതത്തോടെയുള്ള പ്രണയബന്ധങ്ങളെ നിയമക്കുരുക്കിലാക്കരുതെന്ന് ഡൽഹി ഹൈക്കോടതി. പ്രായപൂർത്തിയായിട്ടില്ല എന്നതിന്റെ പേരിൽ 18 വയസ്സാകാറായവർ ഉൾപ്പെട്ട ബന്ധങ്ങളിൽ പോക്സോ നിയമപ്രകാരം കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കോടതിയുടെ നിരീക്ഷണം. കുട്ടികളോടുള്ള ലൈംഗികാതിക്രമം തടയുന്ന നിയമമാണ് പോക്സോ. സ്നേഹം മൗലികമായ മാനുഷികാനുഭവമാണ്. കൗമാരക്കാർക്ക് വൈകാരിക ബന്ധങ്ങളുണ്ടാക്കാൻ അവകാശമുണ്ട്. പരസ്പര സമ്മതമുള്ളിടത്തോളം ഇത്തരം ബന്ധങ്ങളെ അംഗീകരിക്കാനും മാനിക്കാനും നിയമം മാറേണ്ടതുണ്ട്. കൗമാരബന്ധങ്ങളുടെ കേസുകളിൽ സഹാനുഭൂതിയോടെയുള്ള സമീപനമാണ് വേണ്ടതെന്നും കോടതി പറഞ്ഞു. പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് 12ാം ക്ലാസ് വിദ്യാർത്ഥിനി 18കാരനൊപ്പം വീട് വിട്ടുപോയ സംഭവത്തിൽ പോക്സോ ചുമത്തിയ കേസിലാണ് ഈ നിരീക്ഷണം. ഭീതിയില്ലാതെ പ്രണയിക്കാൻ കഴിയണം. ചൂഷണമോ പീഡനമോ ഇല്ലാത്തിടത്തോളം ക്രിമിനൽ കേസിൽ അകപ്പെടുമോയെന്ന ഭീതിയില്ലാതെ കൗമാരക്കാർക്ക് പ്രണയിക്കാനാകണം. കൗമാരകാലത്തെ സ്നേഹബന്ധങ്ങൾ സാധാരണമാണെന്ന് തിരിച്ചറിയാനുള്ള നിലയിലേക്ക് നിയമം വളരേണ്ടതുണ്ടെന്നും ജസ്റ്റിസ് ജസ്മീത് സിംഗ് വ്യക്തമാക്കി. ഗൂഗിളിന് ബംഗളൂരുവിൽ വമ്പൻ ക്യാമ്പസ്. ഗൂഗിളിന്റെ പുതിയ ക്യാമ്പസ് അനന്ത ബംഗളൂരുവിൽ തുറന്നു. കമ്പനിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസുകളിലൊന്നാണിതെന്ന് ഗൂഗിൾ അറിയിച്ചു. 16 ലക്ഷം ചതുരശ്രയടി വിസ്തീർണമുള്ള ഓഫീസാണിത്. 5000-ലധികം ജീവനക്കാർക്ക് ജോലി ചെയ്യാനുള്ള സൗകര്യമുണ്ട്. മഹാദേവപുരിയിലാണ് പുതിയ ഓഫീസ്. ബംഗളൂരുവിലെ 4ാമത്തെ ഓഫീസാണിത്. ഗൂഗിളിന്റെ ആൻഡ്രോയിഡ്, സെർച്ച്, പേ, ക്ലൗഡ്, പ്ലേ, മാപ്പ്, ഡീപ് മൈൻഡ് തുടങ്ങിയ യൂണിറ്റുകളുടെ ഓഫീസുകളും ഇതിൽ പ്രവർത്തിക്കും. ഗുരുഗ്രാം, ഹൈദരാബാദ്, മുംബൈ, പൂനെ എന്നിവിടങ്ങളിലും ഗൂഗിളിന് ഓഫീസുകളുണ്ട്. 10,000-ലധികം ജീവനക്കാർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എനിക്കെതിരെയെങ്കിലും നേതാക്കൾ ഒറ്റക്കെട്ടായല്ലോ, പരിഹസിച്ച് തരൂർ. തിരുവനന്തപുരം. തനിക്കെതിരെ നേതാക്കളെല്ലാവരും ഒറ്റക്കെട്ടായതിൽ സന്തോഷമെന്ന് ശശി തരൂർ. രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്തെത്തിയ തരൂർ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. ചർച്ചയിൽ രാഹുൽ ഗാന്ധിയും താനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലെ കാര്യങ്ങൾ പുറത്തു പറയുന്നത് ശരിയല്ല. ആരെക്കുറിച്ചും പരാതിയില്ല. അഭിപ്രായങ്ങൾ മാത്രം പറഞ്ഞു. യുവാക്കൾക്ക് ജോലിസാധ്യത കുറവായതിനാൽ പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരണമെന്ന് താൻ വർഷങ്ങളായി ചൂണ്ടിക്കാട്ടുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. വിവാദമുണ്ടാക്കാനോ രാഷ്ട്രീയം കളിക്കാനോ വേണ്ടിയല്ല ലേഖനമെഴുതിയത്. ഇത്തരം വിഷയങ്ങളും ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. DYFI ക്ഷണിച്ച പരിപാടിയിൽ സമയമില്ലാത്തതുകൊണ്ട് പങ്കെടുക്കില്ലെന്നും തരൂർ അറിയിച്ചു. മാധ്യമത്തിലെ 1ാം പേജിലുള്ള മറ്റൊരു വാർത്തയിലേക്കാണ്. മുല്ലപ്പെരിയാർ. എല്ലാ ഹർജികളും 3-അംഗ ബെഞ്ചിലേക്ക്. ന്യൂഡൽഹി. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളും സുപ്രീംകോടതിയുടെ 3-അംഗ ബെഞ്ചിലേക്ക്.
വിവിധ ഹർജികൾ വ്യത്യസ്ത ബെഞ്ചുകളിലേക്ക് പോകുന്നത് ഒഴിവാക്കി എല്ലാ കേസുകളും 3-അംഗ ബെഞ്ചിന് തന്നെ വിടണമെന്ന തമിഴ്നാട് സർക്കാരിന്റെ ആവശ്യം അംഗീകരിച്ചാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് 3-അംഗ ബെഞ്ചിന് വിടാൻ ചീഫ് ജസ്റ്റിസിനോട് ശുപാർശ ചെയ്തത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണിക്കും പരിപാലനത്തിനും അനുമതി തേടി തമിഴ്നാട് സർക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിശോധിക്കാൻ മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയോട് കോടതി നിർദ്ദേശിച്ചു. സമിതിയുടെ നിയമസാധുത തന്നെ കേരളം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രശ്നപരിഹാരത്തിന് യോഗം വിളിക്കാൻ സമിതിയെ തന്നെ സുപ്രീംകോടതി ചുമതലപ്പെടുത്തിയത് കേരളത്തിന് തിരിച്ചടിയായി. നേരത്തെ പൊതുതാൽപര്യ ഹർജികൾ 3-അംഗ ബെഞ്ചും അതിനു പുറമെ വന്ന ഹർജികൾ 2-അംഗ ഡിവിഷൻ ബെഞ്ചുമാണ് പരിഗണിച്ചിരുന്നത്. എന്നാൽ എല്ലാ കേസുകളും ഈ 3-അംഗ ബെഞ്ചിന് വിടണമെന്നാണ് തമിഴ്നാടിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ശേഖർ നാഫഡെ വാദിച്ചത്. ഇതംഗീകരിച്ച ജസ്റ്റിസ് സൂര്യകാന്ത് ബെഞ്ച് ഏതെന്നും അതിൽ ആരൊക്കെയുണ്ടാകുമെന്നും ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കട്ടെയെന്ന് വ്യക്തമാക്കി. 2 സംസ്ഥാനങ്ങളെയും കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാടിന്റെ ആവശ്യങ്ങൾ പരിശോധിക്കാൻ മേൽനോട്ട സമിതിക്ക് നിർദ്ദേശം നൽകുന്നതെന്ന് ബെഞ്ച് വ്യക്തമാക്കി. തമിഴ്നാട് സർക്കാർ സുപ്രീംകോടതിയിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിശോധിക്കാൻ ഇരു സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥരുടെ യോഗം സമിതി ചെയർമാൻ വിളിച്ചു ചേർക്കണം. ഇരു സംസ്ഥാനങ്ങൾക്കും യോജിക്കാവുന്ന വിഷയങ്ങളിൽ പരിഹാര നടപടികൾ സമിതി നിർദ്ദേശിക്കണം. ഈ പരിഹാര നിർദ്ദേശങ്ങൾക്കൊപ്പം പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ കൂടി രേഖപ്പെടുത്തി റിപ്പോർട്ട് തയ്യാറാക്കി 4 ആഴ്ചയ്ക്കകം സമർപ്പിക്കണം. അണക്കെട്ടുമായി ബന്ധപ്പെട്ട അറ്റകുറ്റ പരിപാലന പ്രവൃത്തികൾ കേരള സർക്കാർ തടസ്സപ്പെടുത്തുന്നുവെന്ന് തമിഴ്നാട് ബോധിപ്പിച്ചുവെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. അണക്കെട്ടിൽ സിമന്റ് പൂശൽ, അപ്രോച്ച് റോഡ് അറ്റകുറ്റപ്പണി, ജീവനക്കാരുടെ ഡോർമെന്ററി പ്രവൃത്തി, മരംവെട്ട്, നിരീക്ഷണത്തിന് ബോട്ട് തുടങ്ങിയ ആവശ്യങ്ങളാണ് തമിഴ്നാട് ഉന്നയിച്ചത്. ഇതിനിടയിൽ ഇടക്കാല അപേക്ഷ കേരളവും നൽകി. ആ അപേക്ഷയിൽ നൽകിയ എതിർ സത്യവാങ്മൂലത്തിലും തമിഴ്നാട് കേരളത്തിനെതിരായ പരാതി ഉന്നയിച്ചുവെന്നും ആവശ്യങ്ങൾ ആവർത്തിച്ചുവെന്നും ബെഞ്ച് തുടർന്നു. സ്കൂൾ കുട്ടികളെപ്പോലെയാണ് കേരളവും തമിഴ്നാടും മുല്ലപ്പെരിയാറിൽ തല്ലുകൂടുന്നതെന്ന് ബെഞ്ച് പരിഹസിക്കുകയും ചെയ്തു. മധ്യപ്രദേശിൽ 3 വനിതാ നക്സലുകൾ കൊല്ലപ്പെട്ടു. ബാലാഘട്ട്. മധ്യപ്രദേശിലെ ബാലാഘട്ട് ജില്ലയിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ 3 വനിതാ നക്സലുകൾ കൊല്ലപ്പെട്ടു. ഛത്തീസ്ഗഡ് അതിർത്തിക്കടുത്തുള്ള വനമേഖലയിലാണ് സംഭവമെന്ന് അഡീഷണൽ പോലീസ് സൂപ്രണ്ട് വിജയ് ദബ്ബർ പറഞ്ഞു. ജില്ലാ ആസ്ഥാനത്ത് നിന്ന് 90 കിലോമീറ്റർ അകലെ ഗാർഹി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സുബ്ഖർ ഫോറസ്റ്റ് റേഞ്ചിലെ റോണ്ട ഫോറസ്റ്റ് ക്യാമ്പിന് സമീപമാണ് ഏറ്റുമുട്ടൽ നടന്നത്. ഇവരിൽ നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. പകൽ താപനില ഉയരും. 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. സംസ്ഥാനത്ത് വ്യാഴാഴ്ച ഒറ്റപ്പെട്ടയിടങ്ങളിൽ പതിവിൽ നിന്ന് 3 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള അന്തരീക്ഷ സ്ഥിതി അനുഭവപ്പെടാം. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശമേൽക്കുന്നത് ഒഴിവാക്കുക, പരമാവധി ശുദ്ധജലം കുടിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. KSEBയിൽ 10 പാസ്സാകാത്തവർക്കും ശമ്പളം 1.3 ലക്ഷത്തിലേറെ. തിരുവനന്തപുരം. KSEBയിലെ ഉയർന്ന ശമ്പള സ്കെയിൽ സംബന്ധിച്ച വിമർശനങ്ങൾ ശരിവയ്ക്കുന്ന വിവരാവകാശ രേഖ പുറത്ത്. SSLC പാസ്സാകാത്തവർക്കും ലക്ഷത്തിലേറെ രൂപ ശമ്പളം കിട്ടുന്നതായി വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാലയ്ക്ക് നൽകിയ മറുപടിയിൽ KSEB വ്യക്തമാക്കുന്നു. SSLC പാസ്സാകാത്ത എത്ര ഓവർസിയർമാർ സബ് എഞ്ചിനീയർ ഗ്രേഡ് വാങ്ങുന്നുണ്ടെന്ന ചോദ്യത്തിന് 451 ഉദ്യോഗസ്ഥരുണ്ടെന്നാണ് KSEB നൽകിയ മറുപടി. എല്ലാ അലവൻസുകളുമടക്കം പ്രതിമാസം 1,33,695 രൂപ ശമ്പളം ലഭിക്കുന്നവരുണ്ട്. SSLC വിജയിക്കാത്ത സബ് എഞ്ചിനീയറിലും ഉയർന്ന ഗ്രേഡ് വാങ്ങുന്ന 34 ഉദ്യോഗസ്ഥരുണ്ട്. ഇവരിലെ ഉയർന്ന ശമ്പളം 1,43,860 രൂപയാണ്. ഇവരിൽ 28 പേരുടെ അടിസ്ഥാന ശമ്പളം 84,400 രൂപയും ശമ്പള സ്കെയിൽ 49,900 85,400 രൂപയുമാണ്. 2 പേർ 1,03,800 രൂപയും
4 പേർ 1,07,200 രൂപയും അടിസ്ഥാന ശമ്പളം വാങ്ങുന്നു. 2024 സെപ്റ്റംബർ 30 വരെയുള്ള താൽക്കാലിക കണക്കുകൾ പ്രകാരം 1997 കോടി രൂപ KSEBിക്ക് കുടിശ്ശികയുണ്ട്. ജല അതോറിറ്റിയിൽ നിന്ന് 2023 ഒക്ടോബർ 31 വരെ കിട്ടാനുണ്ടായിരുന്ന തുക സർക്കാർ ഏറ്റെടുത്ത ശേഷമുള്ള ബാക്കിയാണിത്. 2024 സെപ്റ്റംബർ 30 വരെയുള്ള താൽക്കാലിക കണക്കുകൾ പ്രകാരം KSEBിയുടെ നഷ്ടം 9.2 കോടി രൂപയാണെന്ന് മറുപടിയിൽ പറയുന്നു. സെലൻസ്കി ഏകാധിപതിയെന്ന് ട്രംപ്. വാഷിംഗ്ടൺ. യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കിയെ രൂക്ഷമായി വിമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സെലൻസ്കി ഏകാധിപതിയാണെന്ന് കുറ്റപ്പെടുത്തിയ ട്രംപ് അദ്ദേഹം ഭയാനകമായ കൃത്യമാണ് ചെയ്തതെന്നും പറഞ്ഞു. റഷ്യൻ കടന്നുകയറ്റം ഇനിയും അവസാനിക്കാതെ തുടരുന്നതിൽ പ്രസിഡന്റ് സെലൻസ്കി കുറ്റക്കാരനാണെന്ന വിമർശനവുമായി ട്രംപ് നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഇതിനെതിരെ തിരിച്ചടിച്ച സെലൻസ്കി റഷ്യ പടച്ചുവിട്ട വ്യാജ വിവരങ്ങളുടെ നടുവിലാണ് ട്രംപ് ജീവിക്കുന്നതെന്നും കുറ്റപ്പെടുത്തി. ഇതോടെ കൂടുതൽ പ്രകോപിതനായ ട്രംപ് സെലൻസ്കിക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തുവരികയായിരുന്നു. യുദ്ധമൊഴിവാക്കാൻ എന്നേ കരാറിലെത്താമായിരുന്നുവെന്നും ഇത്രയും ഭൂമി യുക്രൈന് നഷ്ടമാകില്ലായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. റഷ്യയുമായുള്ള സമാധാന ചർച്ചയിൽ ഞങ്ങളെ ക്ഷണിച്ചില്ലെന്ന് പറയുന്നത് കേട്ടു. 3 വർഷമായി നിങ്ങൾ അവിടെയില്ലായിരുന്നു. അത് ഒരിക്കലും തുടങ്ങേണ്ടിയിരുന്നില്ല. കരാറിലെത്താമായിരുന്നു, ട്രംപ് പറഞ്ഞു. യുക്രൈനിൽ സെലൻസ്കി തെരഞ്ഞെടുപ്പ് നേരിടണമെന്നും ഈ മാസം റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി സംഭാഷണം നടത്തണമെന്നും US പ്രസിഡന്റ് പറഞ്ഞു. സെലൻസ്കി വേഗത്തിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ രാജ്യം ബാക്കിയുണ്ടാകില്ല. മേഖലയിൽ സമാധാനം കൊണ്ടുവരുന്നതിൽ യൂറോപ്പ് പരാജയപ്പെട്ടു. യുക്രൈൻ യുദ്ധം അമേരിക്കയേക്കാൾ യൂറോപ്പിനാണ് പ്രധാനം. ഞങ്ങൾക്കിടയിൽ വിശാലവും മനോഹരവുമായ ഒരു സമുദ്രം അതിർത്തിയായുണ്ട്, ട്രംപ് പറഞ്ഞു. ശാശ്വത യുദ്ധവിരാമമെങ്കിൽ ബന്ദികളെ ഒന്നിച്ചു വിട്ടയക്കാമെന്ന് ഹമാസ്. 4 മൃതദേഹങ്ങൾ ഇന്നും 6 ബന്ദികളെ ശനിയാഴ്ചയും വിട്ടയക്കും. 2ാം ഘട്ട ചർച്ചകൾക്ക് റോൺ ഡെർമർ, ഇസ്രായേൽ പ്രതിനിധി. ഗസ സിറ്റി. 1ാം ഘട്ട വെടിനിർത്തൽ അവസാനിക്കാനിരിക്കെ പുതിയ നിർദ്ദേശവുമായി ഹമാസ്. വെടിനിർത്തൽ സമയബന്ധിതമാകാതെ ശാശ്വത യുദ്ധവിരാമത്തിനും ഗസയിൽ നിന്ന് പൂർണ്ണ സൈനിക പിന്മാറ്റത്തിനും ഇസ്രായേൽ തയ്യാറെങ്കിൽ എല്ലാ ബന്ദികളെയും ഒരുമിച്ച് വിട്ടയക്കുമെന്ന് ഹമാസ് വക്താവ് ഹാസിം ഖാസിം വ്യക്തമാക്കി. ഹമാസിന്റെ നിരായുധീകരണവും ഗസയിൽ നിന്ന് സംഘടനയെ പുറത്താക്കലും അനുവദിക്കില്ലെന്നും സംഘടന അറിയിച്ചു. ഒരു കുടുംബത്തിലെ 3 പേരടക്കം 4 മൃതദേഹങ്ങൾ വ്യാഴാഴ്ചയും ബന്ദികളിൽ ജീവനോടെ അവശേഷിക്കുന്ന 6 പേരെ ശനിയാഴ്ചയും വിട്ടയക്കുമെന്നും ഹമാസ് അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ബോംബിംഗിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് ഹമാസ് വ്യക്തമാക്കി. പകരം തടവിലുള്ള എല്ലാ ഫലസ്തീനി വനിതകളെയും 19 വയസ്സിൽ താഴെയുള്ളവരെയും വിട്ടയക്കുമെന്ന് ഇസ്രായേലും അറിയിച്ചു. അതേസമയം ഹമാസുമായി 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഇസ്രായേൽ പ്രതിനിധിയായി നെതന്യാഹുവിന്റെയും ട്രംപിന്റെയും വിശ്വസ്തനായി പരിഗണിക്കപ്പെടുന്ന മന്ത്രി റോൺ ഡെർമറെ നിയമിച്ചു. അമേരിക്കയിൽ ജനിച്ച് ഇസ്രായേലിൽ കുടിയേറിയ റിപ്പബ്ലിക്കൻ മുൻ നേതാവ് കൂടിയായ ഡെർമർ നിലവിൽ ഇസ്രായേൽ നയകാര്യമന്ത്രിയാണ്. നേരത്തെ US-ലെ മുൻ ഇസ്രായേൽ അംബാസിഡറായിരുന്നു. മാർച്ച് മാസത്തിൽ 1ാം ഘട്ട വെടിനിർത്തൽ അവസാനിക്കാനിരിക്കെയാണ് പുതിയ നീക്കം. മൊസാദും ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗമായ ഷിൻബെത്തുമായിരുന്നു 1ാം ഘട്ട ചർച്ചകൾ നടത്തിയത്. ഗസയിൽ നിന്ന് ഫലസ്തീനികളെ കുടിയൊഴിപ്പിച്ച് അമേരിക്കയ്ക്ക് കൈമാറണമെന്ന ട്രംപിന്റെ നിർദ്ദേശം ഹമാസും അറബ് രാജ്യങ്ങളും തള്ളിയിരുന്നു. 1.5 വർഷത്തോടടുത്ത ഇസ്രായേൽ അധിനിവേശത്തിനിടെ ഗസയിൽ 500,000-ലേറെ പേർ മരണപ്പെടുകയും 70% കെട്ടിടങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 460 ദിവസം നീണ്ട യുദ്ധത്തിനൊടുവിൽ ജനുവരി 19-നാണ് 1ാം ഘട്ട വെടിനിർത്തൽ നിലവിൽ വന്നത്. 25 ബന്ദികളെ ഹമാസും 1135 ഫലസ്തീൻ തടവുകാരെ ഇസ്രായേലും ഇതിനിടെ മോചിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുകയാണ്. ഇനി നാളെ. നന്ദി, നമസ്കാരം.